വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈദിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ഇപ്രാവശ്യം അങ്ങനെ ഭയങ്കര വലിയ രീതിയിലൊന്നും ഈദ് സെലിബ്രേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിടും, പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകും, ഫുഡ് കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിലും അധികം ഈദിനും അതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവലുള്ളത്. അങ്ങനെ ഞാൻ എണീറ്റൊരു ഗ്ലാസ് ചായക്ക് കുടിച്ചപ്പോത്തിന് അനിയനും ഇപ്പൊക്കെ പള്ളിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓല് തിരിച്ചു വരുന്ന നേരം ആകുമ്പോഴേക്കാണ് കേട്ടോ പായസമൊക്കെ റെഡി ആവുക. അപ്പോൾ എല്ലാ പെരുന്നാൾക്കും ഇപ്പം അധികവും ഞാൻ തന്നെയാണ് പായസം ഉണ്ടാക്കലുള്ളത്. ഫസ്റ്റ് മെയിൻ കോഴ്സും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെ ഉമ്മേനാണ് ഉണ്ടാക്കൽ. പായസം മാത്രം ഞാൻ ഉണ്ടാക്കും. ഞാനാണെങ്കിൽ ഓരോ പെരുന്നാൾക്കും ഓരോ ടൈപ്പ് പായസമാണ് ഉണ്ടാക്കലുള്ളത്. പുതിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴാട്ടോ ചെയ്യൽ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലട പ്രഥമൻ തന്നെയാണ് ചെയ്യണത്. ഷുഗർ ഇങ്ങനെ ക്യാരമൽ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു പിങ്ക് കളറും കിട്ടും. ഇതിൻ്റെ റെസിപ്പി വേണമെന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. പായസം ഉണ്ടാക്കാൻ തുടങ്ങി വെച്ചതിൻ്റെ ശേഷം ഞാൻ പിന്നെ ബാക്കി പണികളൊക്കെ അത് ആവുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് ചെയ്യാമെന്ന് കരുതി തിരിച്ച് റൂമിൽ വന്നിട്ട് ഡെസ്ക് ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും വിരിച്ചിടുകയൊക്കെയാണ് ചെയ്യണത്. ഈ ബെഡ്ഷീറ്റ് മാറ്റിയിട്ട് അധികം ദിവസം ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ ഇങ്ങനെ നിന്നോട്ടെ എന്ന്. 2 ദിവസം മുന്നേ ഞാൻ വാഷ് ചെയ്തിട്ട് മാറ്റി വെച്ചതേനു. പിന്നെ ഇതിൻ്റെ മുന്നേ, അതായത് റമദാൻ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരും ഈദ് വ്ളോഗ് ഇടുന്നത് കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് ഇടാനൊരു പൂതി. പിന്നെ ഇത് കുറേ കഴിഞ്ഞിട്ടിട്ടും കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് ആദ്യം തന്നെ അതിട്ടിട്ട് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള വീഡിയോസൊക്കെ ഇടാൻ. അതിൻ്റെ ഇടയ്ക്ക് പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വയ്ക്കാനേ ഉള്ളൂ. പിന്നെ തിരിച്ച് റൂമിൽ വന്നിട്ട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരിയിടുകയാണ് ചെയ്യണത്. പിന്നെ അധികം പേപ്പർ പീസ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഇന്നലെയും മിന്നാന്നൊന്നായിട്ട് എനിക്ക് അങ്ങനെ വലിയ പോളറൈഡ്സിൻ്റെ പണിയൊന്നും ഇല്ലായിരുന്നു. അതുണ്ടെന്നുണ്ടെങ്കിലാണ് ഫുള്ള് പേപ്പർ ഉണ്ടാവുക. പിന്നെ ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. തുടക്കലും ബാക്കി പണിയൊക്കെ അമ്മയും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഇതിന് വാങ്ങിയിട്ടുള്ള ഡ്രസ്സ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിൽ നമ്മൾ ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു സിമ്പിൾ ടോപ്പാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജീൻസും അതിക്കൊരു ഷോളും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വേറൊരു ഔട്ട്ഫിറ്റ് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ അന്ന് പോയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുക, അതിൽ പറഞ്ഞുതരാം. പക്ഷേ അതൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ തലേ ദിവസം പോയിട്ടാണ് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനിയത്തി വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ ഓളയിൽ ഇങ്ങനത്തെ കുറേ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓള് ചെറുതായിട്ട് ഇന്നൊന്ന് മാറ്റി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഷുഗറിൻ്റെ ലിപ്സ്റ്റിക് ഓളതാണ് കേട്ടോ. നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ മറന്നുപോയി. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്നൊരു ഗ്ലാസ് പായസം കൂടെ കുടിച്ചിട്ട് പോവാണ്. ഞാനിപ്പം പോണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പോവാൻ. ഇപ്പം തന്നെ പോയിട്ട് ഇപ്പോൾ നേരെ ഒരു 11 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് വരാമെന്നുള്ള രീതിക്കാണ് പോണത്. ഞാൻ മാറ്റി കഴിയലും ഓട്ടോ വരലും എല്ലാം ഒരുമിച്ചായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സൊക്കെ കയറിയിട്ടുണ്ട്. ഇതായതുകൊണ്ടും ബസ് കുറവായതുകൊണ്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ബസ്സിൽ. ഞാൻ കയറിയപ്പോൾ എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനവിടെ ഇറങ്ങിയിട്ട് ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം അവിടെ നിന്ന് തന്നെ ഓട്ടോ വിളിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഡയറക്റ്റ് വീടിൻ്റെ മുന്നിൽ കൂടെ പോണ ബസ് ഇതായതുകൊണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ വിളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ടൗണിൽ നിന്ന് വീട് വരെ പോണ വഴിയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. നമുക്കങ്ങനെ കുറച്ച് പോകാനുണ്ട് എന്നുണ്ടെങ്കിലും അങ്ങനെ ബോറടിക്കുന്നില്ല. നല്ല രസമാണ് ആ ഒരു റൂട്ടിൽ കൂടെ അങ്ങനെ പോകാൻ. അങ്ങനെ കുറേ ദൂരമൊന്നും ഇല്ല കേട്ടോ പോകാൻ, കുറച്ച് തന്നെ ഉള്ളൂ. പിന്നെ വീട്ടിലെത്തി കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് നേരെ ഫുഡ് കഴിക്കുകയാണ്. ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ബസ്സിൽ കുറേ ദൂരം ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം വോമിറ്റ് ചെയ്യാനൊക്കെ വരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് പായസം മാത്രം കുടിച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ടാണ് ഫുഡ് കഴിക്കണത്.
ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പായസം കൂടെ കുടിക്കുകയാണ്. ഇത് താത്ത സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അടയും ചെറുപയർ പരിപ്പൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതും കുറച്ച് കുടിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും കുറേയൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. കാരണം തിരിച്ച് ബസ്സിൽ തന്നെ പോകാനുള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ് ബസ്സിലിരുന്നാൽ ഛർദ്ദിക്കാൻ വരുമോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചാമ്പക്ക മരം ഉണ്ട് കേട്ടോ. ഞാൻ അന്ന് പോയപ്പം ഇവിടുന്ന് തിരിച്ചെൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തായും ഇങ്ങനെ ചെറിയ മുട്ടിടണേ ഉള്ളായിരുന്നു. ഇങ്ങനെ റെഡ് കളറിലോ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് ഫസ്റ്റ് തന്നെ അതൊന്ന് പോയി നോക്കുകയാണ് എന്തായി എന്നറിയാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. എനിക്കും അമലൂനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ എവിടെയൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കാര്യമാണ് കിട്ടുന്ന സമയത്ത്. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കായകൊണ്ട് തന്നെ ഇനി പോകുമ്പോൾ കുറച്ച് പറിച്ച് കൊണ്ടുപോകണം. പിന്നെ ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാനാണ് പോയിട്ടുള്ളത്. വീടിൻ്റെ അടുത്തായിട്ടും മുന്നിലൊക്കെ ആയിട്ട് കുറച്ച് ബോഗൺ വില്ലാസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തു നിന്നൊക്കെയാണ് കേട്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഞാനും താത്തയാണ് കേട്ടോ. താത്ത എന്ന് പറയുന്നത് എൻ്റെ നാത്തൂനാണ്. പിന്നെ തറവാട്ടുക്കും കൂടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഉപ്പാൻ്റെ അമ്മാമാനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ്. ഇത് പണ്ടത്തെ വീടാട്ടോ. പണ്ട് എന്ന് പറഞ്ഞാൽ കുറേ വർഷം പഴക്കമുണ്ട്. എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല. പണ്ടത്തെ മാളിക വീടുണ്ടല്ലോ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് എപ്പോഴും എൻ്റെ ഉമ്മാൻ്റെ തറവാടൊക്കെയാണ് ഓർമ്മ വരിക. അത് ഇത്രയും വലിപ്പമൊന്നും ഇല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ റൂമും വാതിലും അതൊക്കെ സെയിം ആയിക്കാരല്ലോ പണ്ടത്തെ വീടിനൊക്കെ. അപ്പോൾ ഇത് കാണുമ്പോൾ ആ ഒരു ഓർമ്മയാണ് പണ്ട് അവിടെ നിന്നിരുന്നതൊക്കെ. ഇത് കുറേ കാലമായിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിലും ഇതിൽ മരം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റംസിനും ഒരു കേടുമില്ല കേട്ടോ. ഒക്കെ നല്ലതായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ ടോട്ടലൊരു 3 നില വരുന്ന പോലെയാണ് ഉള്ളത്. ഫസ്റ്റത്തെ 2 ഫ്ലോറിലും റൂമും അതൊക്കെ ആയിട്ടും പിന്നെ 3ാമത്തെ തട്ട് നമ്മളെ തട്ടുംപുറം ഉണ്ടല്ലോ അതുമാണ്. ഇതാണ് കേട്ടോ ഞാൻ തട്ടുംപുറം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നത്. ഇത് പണ്ട് കുറേ നോവലിലും കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഫസ്റ്റ് ടൈം കാണുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു വലിയ ഹാളിനെക്കാട്ടിലും സൈസ് ഉണ്ട്. കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ അവിടെ ഇങ്ങനെ സിറ്റ് ഔട്ട് പോലെ ചാരുപ്പിടിയൊക്കെ ആയിട്ട് അതും ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കാനും നല്ല രസമാണ്. മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലൊരു നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നില്ല. ഭയങ്കര തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ വാതിൽക്കട്ടിലൊക്കെ നമ്മളെ വീടിൻ്റെ വാതിൽക്കട്ടിലിൻ്റെ അത്രയും ഹൈറ്റൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്കിങ്ങനെ തൊടാൻ കഴിയും നല്ല ഈസി ആയിട്ട് തന്നെ. അങ്ങനെയാണ്. അങ്ങനെ എന്തായാലും കുറച്ച് നേരം അവിടെ ഇരുന്ന് അമ്മമാരോടൊക്കെ സംസാരിച്ച് പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അടുത്തടുത്താണ് കേട്ടോ. കുറച്ച് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നപ്പോൾ എനിക്ക് പോകാനായിട്ടുണ്ട്. കാരണം കുറച്ച് പോരാനുള്ളതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മറക്കാണ്ട് ചാമ്പൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ബസ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ലയെന്ന് മനസ്സിലായത്. ഈദായതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു ബസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ വണ്ടൂരുള്ളത്. ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ ഓളൊന്ന് വിളിച്ചു നോക്കിയതാണ്. ഓളെ നാടല്ലേന്ന് വിചാരിച്ച്. അപ്പോൾ ഓള് മഞ്ചേരി പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഓളമ്മീന്ന് പറഞ്ഞു അവിടെ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. കാരണം ഒരാളായല്ലോ അവിടെ വരെ പോകാൻ. ബസ്സും ഒക്കെ കറക്റ്റ് അറിയും ചെയ്യും. അങ്ങനെ പിന്നെ ഞങ്ങളൊരു ബസ്സിലൊക്കെ കയറിയിരുന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ബസ് കുറവായതുകൊണ്ട് തന്നെ നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറച്ചെന്ന് പറഞ്ഞാലൊരു സൂചി കുത്താൻ ഇനി സ്ഥലമല്ല എന്ന് പറയുന്ന അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ബ്ലോക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം നേരം ബസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഒന്ന് ശരിക്കും ശ്വാസം വിടുന്നത് തന്നെ. എനിക്കും ഓൾക്കൊക്കെ എന്തോ ഭാഗ്യത്തിന് കയറിയപ്പോൾ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാണ്ട് ചെയ്യണത്. ഇവിടെ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഉമ്മാൻ്റെ വീട്ടിലത്തെ കസിൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോടും കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന എൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ആണ്. ഇനി നെക്സ്റ്റ് ഒരു വ്ളോഗിൽ കാണും വരെ ബൈ.